ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗംഗാധരനും മനയൊക്കെ വന്ന് കയറുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങളെ ഒരു സർപ്രൈസ് വിസിറ്റ് എന്ന്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്രനെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം, അച്ഛനല്ലേ എവിടെയെന്ന്. അന്നേരം കുറച്ച് വിഷമത്തോടെ ഗംഗാധരൻ അലീനോട് ചോദിക്കുന്നുണ്ട്, മോൾ ഇവിടുന്ന് പോവാന്ന് കേട്ടല്ലോ, എനിക്ക് നിന്നോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അന്നേരം ശിവൻ പറയും, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ വൈജയന്തിയോട് പറഞ്ഞു നോക്കി, ഒരു മാറ്റവും ഇല്ല, ഞങ്ങളെ കൊണ്ട് പറയാനല്ലേ പറ്റുള്ളൂ. ഇതും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. അകത്തേക്ക് വരുമ്പോൾ കൃഷ്ണജി ഉണ്ട് അവിടെ. അപ്പം മനു ചോദിക്കും, നീ ഇന്ന് സ്കൂളിൽ പോയില്ലേന്ന്. കാലത്ത് എഴുന്നേറ്റപ്പോൾ ഭയങ്കര തലവേദന ആയതുകൊണ്ടൊന്നും പോയില്ല. അപ്പോൾ ഗംഗാധരനും ശിവനും കൂടി മുകളിലേക്ക് പോവാണ്. അപ്പോൾ മനുവിനോട് ഇല്ലേന്ന് ചോദിക്കും. മനു പറയും, ഞാനില്ല, നിങ്ങൾ പോയാൽ മതി, നിങ്ങൾ വാങ്ങിച്ചാൽ മതി എന്തായാലും. അപ്പോൾ ഗംഗാധരൻ പറയും, നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, അയാളുടെയും കൂടി കുടുംബം തകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കഷ്ടപ്പാടെല്ലാം പെടുന്നത്. ആയോ, നമുക്ക് ബാലേന്ദ്രനെ കാണാമെന്ന് പറഞ്ഞ് ഗംഗാധരനും ശിവനും കൂടി മുകളിലേക്ക് പോവാണ്. അവർ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ അലീന മനുവിന് ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് പോവും. അപ്പോൾ കൃഷ്ണജ പറയും, അലീന ചേച്ചിക്ക് പോകാനുള്ള സ്ഥലമെല്ലാം കണ്ടെത്തിയിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. അപ്പം മനു ചോദിക്കും, എവിടെയാന്ന് പറഞ്ഞോ, അലീനയ്ക്ക് അറിയോ? അതൊന്നും അറിയില്ല, അതൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അലീന ചേച്ചി പോകുന്ന ഉറപ്പാണല്ലേ എന്ന് കൃഷ്ണജ പറയുമ്പോൾ മനു പറയും, അതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ, നീ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറയും. ഗംഗാധരനും ശിവനും വാതിലിന് മുട്ടുമ്പോൾ ബാലേന്ദ്രൻ വന്ന് വാതിൽ തുറക്കും. അപ്പോൾ ഗംഗേട്ടനെ കാണുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, 2 ദിവസം മുമ്പല്ലേ ഗംഗേട്ടനെ ഞാൻ കൂനൂര് വന്നിട്ട് കണ്ടത്, ഇപ്പം എന്ത് ഇങ്ങോട്ട് വന്നേക്കും? അപ്പോൾ ഗംഗാധരൻ പറയും, നിനക്ക് എന്നെ അതുവരെ കാണാൻ വരാന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കാണാൻ ഇതുവരെ വന്നൂടെയെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വായോ, അകത്തേക്ക് വായോ, ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് പറയും. ഗംഗാധരൻ ചോദിക്കും, 2 ദിവസം മുമ്പ് കൂനൂര് വന്ന് എന്നെ കണ്ട നീ ഇന്നാണല്ലോ ഇവിടെ തിരിച്ചെത്തിയതെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഞാൻ വെറുതെ വന്നതല്ലല്ലോ, ഞാൻ സ്റ്റാൻലിയുടെ അഡ്രസ്സും വാങ്ങിച്ചിട്ടല്ലേ അവിടുന്ന് പോകുന്നതെന്ന് പറയും. അപ്പോൾ ഗംഗാധരൻ ചോദിക്കും, എന്നിട്ട് നീ അവനെ കണ്ടോ? കണ്ടു. അവൻ ഇങ്ങനൊരു മകളുള്ള കാര്യം അംഗീകരിച്ചോ അതോ നിഷേധിച്ചോ ചോദിക്കും ശിവൻ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നിഷേധിക്കാൻ അയാൾ ആണും പെണ്ണും കെട്ടവനല്ലല്ലോ, അലീനയുടെ കാര്യം ഞാൻ അയാളെ ധരിപ്പിച്ചിട്ടുണ്ട്, എല്ലാം അയാൾ എന്നോട് പറഞ്ഞു. വൈജയും അയാളും തമ്മിൽ ഇഷ്ടപ്പെട്ടതും 8 മാസം ഗർഭിണിയായ വൈജയെ നിങ്ങളെല്ലാവരും കൂടി കടത്തിക്കൊണ്ടു പോകുന്നതും എല്ലാം അയാൾ എന്നോട് പറഞ്ഞു. ഗംഗാധരൻ ചോദിക്കും, അലീനയെ സ്വീകരിക്കാൻ അയാൾ സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്നും. ബാലേന്ദ്രൻ പറയും, അയാൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്, വരും വരായികളെ കുറിച്ചൊക്കെ ആലോചിക്കണ്ടേ എന്നിട്ട് അയാൾ പറയും. അപ്പോൾ ശിവൻ ചോദിക്കും, അയാൾ വേറെ എന്തെങ്കിലും പറഞ്ഞോന്നും. അയാൾ വൈജയന്തിയെ അന്വേഷിച്ച് കുറേ അലഞ്ഞിട്ടുണ്ട്, അതെന്തെങ്കിലും പറഞ്ഞോന്നും. ബാലേന്ദ്രൻ പറയും, അലീനയെ സ്വീകരിക്കാൻ അയാൾ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അയാളുടെ കഥയെ കേട്ട് നിൽക്കുന്നത്, ഞാൻ അതൊന്നും കേൾക്കാൻ നിന്നില്ല പറയും. പിന്നെ ഗംഗാധരൻ പറയുന്നുണ്ട്, അലീനയെ നമുക്ക് സ്റ്റാൻലിക്ക് വിട്ടുകൊടുക്കണ്ട, പകരം അവൾക്കൊരു വീട് വാങ്ങിച്ചു കൊടുക്കാം, 10-25 ലക്ഷം രൂപ അവളുടെ പേരിൽ ഡെപ്പോസിറ്റ് വിടാം, പറ്റിയൊരു ആലോചന വരുമ്പോൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്യാം, അതല്ലേ നല്ലത്, ഇത് വല്ലാത്തൊരു ഊരാകുരുക്കിലേക്കാവും പോകുന്നതെന്ന് പറയും ബാലേന്ദ്രനോട്. അതുമാത്രമല്ല, സ്റ്റാൻലി അവളെ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, നമുക്കൊരു കുടുംബ സമ്മേളനം വിളിച്ചു കൂട്ടാം, എന്നിട്ടുള്ള സത്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയുന്നു. അടുത്തായിട്ട് അലീന ചായയും കൊണ്ട് വരുന്നുണ്ട്. മനുവിന് ചായ കൊടുക്കും. കൃഷ്ണജ, ഞാൻ മുകളിൽ ചായ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ മുകളിലേക്ക് പോകും. അപ്പോൾ അലീന ചോദിക്കും, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താ മനുവേട്ടാന്ന്. അപ്പം മനു പറയും, ആരെല്ലാവരും, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ അലീന പറയും, അത് മതിയല്ലോ. അപ്പോൾ മനു പറയും, എന്നെ വിട്ടേക്ക്, ഞാൻ ഡ്രൈവറായിട്ട് വന്നതാണെന്ന്. മനു ചോദിക്കും, മുമ്പൊക്കെ അവർ വരുമ്പോൾ നിനക്കൊരു ഉൾപ്പേടി ഉണ്ടായിരുന്നില്ലേ, നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാനാണോ എന്ന്. അപ്പോൾ അലീന പറയും, അതിന് വേണ്ടിയിട്ടാണല്ലോ കൊല്ലപ്പള്ളിക്കാരൊക്കെ വന്നിരുന്നത്, ഒരാളൊഴികെയെന്ന്. മനു ചോദിക്കും, ആരായി ഒരാൾ? മനുവിനെ ഉദ്ദേശിച്ചിട്ടാണ് അലീന പറഞ്ഞത്. മനുവേട്ടൻ മുന്നേക്ക് വരുമ്പോൾ എനിക്ക് എന്തൊരു ആശ്വാസമായിരുന്നു, ഇനി ഈ ഒരാൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്നൊരു ധൈര്യമായിരുന്നു എനിക്കെന്ന് പറയും. അപ്പം മനു പറയും, ഇന്നിപ്പോൾ ഈ വീട്ടിൽ നിന്ന് നീ പോകല്ലേ എന്ന് പറയാൻ എത്ര പേരാ, വൈജയന്തി ഒഴികെ, പിന്നെ കൊല്ലപ്പള്ളിയിൽ നിന്ന് എൻ്റെ അമ്മ ഒഴികെ എല്ലാവരും.
ഇപ്പോൾ വല്യച്ഛനും അച്ഛനും വന്നിരിക്കുന്നതും അതിനു വേണ്ടി തന്നെയാ. നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പം അലീന പറയും, അതിനിവിടെ വന്നിട്ടൊരു കാര്യമില്ല മനുവേട്ട, കൊല്ലപ്പള്ളിയിൽ തന്നെ ഇതിനുള്ള പരിഹാരം. അച്ഛനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛനും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ താല്പര്യമില്ല. അപ്പം മനു പറയും, ഇവിടുന്ന് പോകണമെന്ന് നിർബന്ധം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അത് നിനക്ക് മാത്രം. അപ്പം അലീന പറയും, അങ്ങനെ പറയല്ല മനുവേട്ട, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വാശി പിടിക്കുന്നതെന്ന് മനുവേട്ടന് അറിയാലോ. അപ്പം മനു പറയും, നീ ഇവിടുന്ന് പോയ വൈജയന്തി ആൻറ്റി ഇങ്ങോട്ട് തിരിച്ചു വരും, പക്ഷെ വൈജയന്തി ആൻറ്റിക്ക് ഈ വീട്ടിലൊരു വോയിസും ഉണ്ടാവില്ല, ആൻറ്റി വന്ന പോലെ തിരിച്ചു പോകേണ്ടി വരും. പിന്നെ മനു പറയും, എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല, എന്നെ ആരോ പാതി വഴിക്ക് ഇട്ടിട്ട് പോണ പോലെ. അപ്പം അലീന ചോദിക്കും, ആരെ, ഞാനോ? ഞാൻ പാതി വഴിക്ക് ഇട്ടിട്ട് പോവാണോ മനുവേട്ടാ? എപ്പോൾ വേണമെങ്കിലും ഫോൺ ചെയ്യാം, മനുവേട്ടനെ എപ്പോൾ കാണണമെങ്കിലും അവിടെ വന്ന് കാണാം, പിന്നെ ഞാനും ഇങ്ങോട്ടും വരും, എനിക്കും കാണണ്ട എല്ലാവരെയും പറയും. അപ്പം മനു ചോദിക്കും, ഓ എല്ലാവരെയും? ആ എല്ലാവരിലും ഒരു കൂട്ടത്തിലൊരാളാണ് ഞാനും എന്ന്. അപ്പം അലീന പറയും, അങ്ങനെയൊന്നുമില്ല, എൻ്റെ മനസ്സിൽ മനുവേട്ടന് വലിയൊരു സ്ഥാനമുണ്ട്. ഗംഗാധരനും ശിവനും ബാലേന്ദ്രനോടുള്ള സംസാരം കഴിഞ്ഞിട്ട് മൂടുന്ന താഴേക്ക് വരികയാണ്. അപ്പോൾ മനു ചോദിക്കും, കഴിഞ്ഞു എന്ന്. അപ്പോൾ ഗംഗാധരൻ പറയും, കഴിഞ്ഞിട്ടില്ല, ഈ പിന്നെയും പിന്നെയും ശ്രമിച്ചു കൊണ്ടിരിക്കുക, എന്നിപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ മനു പറയും, ഞാൻ അലീനയെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കുമായിരുന്നു പറയും. അപ്പോൾ ഗംഗാധരൻ പറയും, അവൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, അവൾ ചെയ്തതാണ് ശരി, നിനക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായതേ ബാലേന്ദ്രൻ തിരഞ്ഞെടുക്കുള്ളൂ, നമുക്ക് പിന്നെയും പിന്നെയും ഒന്ന് ശ്രമിച്ച് നോക്കാം, ബാലേന്ദ്രനോട് പറഞ്ഞ് നോക്കാം. അപ്പം ഞങ്ങൾ ഇറങ്ങാണെന്ന് പറഞ്ഞിട്ട് ഗംഗേട്ടനും ശിവനും മനുവും കൂടിയും അലീനോട് യാത്ര പറഞ്ഞിട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയുടെ വീടാണ്. അവിടുത്തെ ജോലിക്കാർ തമ്മിലുള്ള വർത്താനമാണ്. അപ്പോൾ സാറ് എന്തൊക്കെയോ ലിസ്റ്റ് തന്നിട്ടുണ്ട്, ടൗണിലൊന്ന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയും, സാറിന് എന്ത് പറ്റിയാണാവോ, ആ പാലക്കാരൻ വന്ന് പോയേ പിന്നെ മൂട്ടിന് തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, എന്ത് പറ്റിയാണാവോ എന്നൊക്കെ. അപ്പോൾ എന്തായിരിക്കും ആ പാലക്കാരൻ പറഞ്ഞത്, എന്തെങ്കിലും പറഞ്ഞോ? അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഇന്നലെയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. സ്റ്റാൻലി ആണെങ്കിൽ അവിടെ എന്തൊക്കെയോ തിരയുന്നുണ്ട്, തിരഞ്ഞിട്ടൊരു ആൽബം എടുക്കുന്നുണ്ട്. നമ്മുടെ വൈജയന്തി സ്റ്റാൻലിയും ആഗ്രയിലുണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ആൽബമാണ്, അതെടുത്ത് നോക്കുന്നുണ്ട്, വളരെ ദുഃഖത്തോടെ അതെല്ലാം നോക്കി ഇരിക്കുന്നുണ്ട്. കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം സ്റ്റാൻലി അപ്പച്ചനെ വിളിക്കുകയാണ്, ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പച്ചൻ ഫോൺ എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ എവിടെയാ, എനിക്കൊന്ന് കാണണം, ഇപ്പം ഇന്ന് തന്നെ വരണോ ചോദിക്കും. ഇന്ന് തന്നെ വരണം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, എന്താ കാര്യം എന്നൊക്കെ അപ്പച്ചൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, എന്നാൽ കാർ ഓടിച്ച് വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കാർ അടിച്ച് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു.